ഹായ് അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പണ്ട് മുതലേ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയല്ലേ. എന്നാലും ഇപ്പോഴും പല ആൾക്കാരും ശരിയാവുന്നില്ല, ഉള്ളു വേവുന്നില്ല, കറക്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നെയ്യപ്പം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കിലോ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് അരിക്കുള്ളതാണ്. 250 ml 2 കപ്പ് അരിക്കുള്ളതാണ്. കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. 1/2 കിലോ ശർക്കര, അത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. 2 കപ്പ് അരിക്ക് 2 മണിക്കൂർ മുന്നേ ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അരി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. കഴുകിയതിന് ശേഷം മാത്രം അരിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. ഇനിയിപ്പോൾ അതാ ഇതിലോട്ട് വേണ്ടത് 3 പീസ് ഏലക്കയാണ്, അതും പാടെ ഇട്ട് കൊടുക്കുക. ഇനിതാ ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് തന്നെ തേങ്ങ ചിരവിയതും 1/2 കപ്പ് ചോറുമാണ്. 2 കപ്പ് അരിക്ക് ഈ ഒരളവ് കറക്റ്റ് ആയിരിക്കും. തേങ്ങയുടെ അളവും ചോറിൻ്റെ അളവും ഒന്നും കൂടി പോവണ്ട, ഈ ഒരളവ് തന്നെ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കപ്പിലല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലാണ്, 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് തന്നെ തേങ്ങയും ചോറും എല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുക. അളവ് കൂടി പോവരുത് കേട്ടോ, കറക്റ്റ് അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായതാണ്. ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര മെൽറ്റാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തതാണ്. എന്നിട്ട് ചെറിയ ചൂട്, കൈ വെച്ചാൽ താങ്ങാവുന്ന ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടും വേണ്ട, തീരെ ചൂട് കുറവും വേണ്ട, ചെറിയ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരക്കരുത്, ചെറിയ ഒരു തരികളോട് കൂടിയിട്ട് വേണം നെയ്യപ്പത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 1/2 കപ്പ് തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് മൈദപ്പൊടി, ഇതിലോട്ട് എല്ലാം 1/2 കപ്പാണ് കേട്ടോ. 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തന്നെ മൈദ, ഇതെല്ലാം 2 കപ്പ് അരിക്ക് കറക്റ്റാണ്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. മൈദയും എല്ലാം പാടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയ ഒരു തരികളോട് കൂടി തന്നെ അരച്ചെടുക്കണം കേട്ടോ, അല്ലാതെ ഫൈനായിട്ട് അരച്ചെടുത്താൽ നെയ്യപ്പം പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ശർക്കരയ്ക്ക്. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ആ ഒരു വെള്ളം കറക്റ്റായിരിക്കും. നെയ്യപ്പമൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. എന്നാലും പല ആൾക്കാരും നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ എന്തായാലും ശരിയാവാതിരിക്കില്ല കേട്ടോ, പെർഫെക്റ്റാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, അരച്ച പാടെ ചുട്ടെടുക്കണം. അല്ലാന്നുണ്ടെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അരച്ച പാടെ ചുട്ടെടുക്കുക. അതിനിതാ ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട്. ഇതിലോട്ട് കുറച്ച് തേങ്ങയും ജീരകവും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യപ്പത്തിൽ ഇങ്ങനെ തേങ്ങാ പീസെല്ലാം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു നെയ്യും തേങ്ങാ പീസും എല്ലാം പാടെ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയാൽ അതേപോലെ തന്നെ ചുട്ടെടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, അരച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ, എന്നാലുള്ളൂ പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതാവുമ്പോൾ എണ്ണ കുടിക്കൊന്നുമില്ല. 4-5 ദിവസം നിങ്ങൾക്കിത് സൂക്ഷിക്കാം, കേടാവില്ല. നല്ല ആ ഒരു സോഫ്റ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നെയ്യപ്പം. ചില ആൾക്കാർ പറയാറുണ്ട് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ നെയ്യപ്പം ഭയങ്കര ഹാർഡായി, ഒന്നിനും പറ്റാതായി എന്നൊക്കെ പറയില്ലേ. എനിക്ക് നെയ്യപ്പം എല്ലാം ചുട്ടാൽ ചുട്ട പാടെ എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമല്ല, പിറ്റേ ദിവസം കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം പിറ്റേ ദിവസമാണ് കഴിക്കുക. അന്നേരം അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂടുതൽ സോഫ്റ്റായ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യൽ. ഇതാ നിങ്ങൾ കണ്ടില്ലേ, നല്ല പൊങ്ങി വരുന്നുണ്ട്.
എണ്ണ ചൂടാകുമ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഇത് മുകളിൽ ആ ഒരു തേങ്ങയുടെ പീസ് ഉണ്ടായിട്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. പൊട്ടിപ്പോവേ ഉള്ളി വേവാതിരിക്കുക ഒന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് നെയ്യപ്പം ചുട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, അന്നേരം ഉള്ളി വേവില്ല കേട്ടോ. നെയ്യപ്പം എല്ലാം ചുട്ടെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഓയിലൊന്നും ചുട്ടെടുക്കരുത് കേട്ടോ, അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല നെയ്യപ്പത്തിന്. ഇനി നിങ്ങൾ തേങ്ങാ പീസ് ഞാൻ നെയ്യിൽ വറുത്തില്ലേ, അത് നിങ്ങൾ തേങ്ങാ പീസ് നെയ്യിൽ വറുക്കുന്നില്ല എങ്കിൽ 1 ടീസ്പൂണ് നെയ്യ് ആ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ചില ആളുകൾക്ക് തേങ്ങ നെയ്യപ്പത്തിൽ കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് മറന്നു പോവരുത്. ആ ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു നെയ്യുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം ചുട്ടെടുക്കുക. ഇതുപോലെ തന്നെ കുറച്ച് കുഴിയില്ല ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിതിൻ്റെ മുമ്പേ ചെയ്തൊരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ വേറൊരു ചട്ടിയിലാണ് ചുട്ടെടുത്തത്. അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നല്ല കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടുന്നില്ലേ. നെയ്യപ്പം ഉണ്ടാക്കുന്ന സ്മെല്ല് കേട്ടപാടെ മോന് വന്നിട്ട് കഴിച്ച്, എന്നിട്ട് പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുമോ, എന്നെ ഇപ്പോൾ വീഡിയോയിലേ കാണിക്കുന്നില്ലല്ലോ. അന്നേരം ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതാ ഞാൻ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ വീഡിയോയിൽ, കറക്റ്റ് നല്ല ടേസ്റ്റായിട്ടുള്ള നെയ്യപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമെല്ലാം ഒരു ചട്ടിയിൽ ചുട്ടെടുത്തിട്ട് ശരിയായില്ല, അത് ഈ ഒരു ചട്ടിയിലാണ്. ഇത് കറക്റ്റായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഷേപ്പൊന്നും. ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.